അസ്സാം വലൈക്കും. ഇന്നത്തെ നമ്മളെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ പറയണത് അമ്മായിമ്മമാർ മരുമക്കളെ രണ്ട് തരം തിരിക്കണ ഒരു കാര്യം കേട്ടോ ഞാൻ ഇന്ന് പറയാൻ പോണത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളും ചിലപ്പോൾ ഞാൻ ഈ പറയണ ഇതിലുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ആരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും നിങ്ങൾ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പരമാവധി പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങളെപ്പോലുള്ളവർ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എന്നെപ്പോലുള്ളവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില അമ്മായിമ്മമാർ മരുമക്കളെ രണ്ടായിട്ട് തരംതിരിക്കും അല്ലേ. പാവപ്പെട്ട വീട്ടിലത്തെ പെണ്ണാണെന്നുണ്ടെങ്കിൽ അവളെ ആ തരത്തിലും കാണും, അവളുടെ വീട്ടുകാരനെ ആ തരത്തിൽ കാണും. കുറച്ച് പൈസ ഉള്ള വീട്ടിലത്തെ പെണ്ണാണെന്നുണ്ടെങ്കിൽ അതിനെ അതിൻ്റേതായ രീതിയിൽ കണ്ടിട്ട് അവരെ വീട്ടുകാർക്ക് വലിയ മുൻഗണന വെച്ച് കൊടുക്കും അല്ലേ. അപ്പോൾ അതെന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? നിങ്ങളെ മക്കൾ തന്നെയാവും അവരെ വിവാഹം കഴിച്ച് കൊണ്ടുവരുന്നുണ്ടാവും അല്ലേ. അതും നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ മുൻകൈ എടുത്തിട്ടൊക്കെ ആവും ഈ കല്യാണം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും. പിന്നെ എന്തിനാണ് നിങ്ങൾ അങ്ങനെ തരംതിരിക്കേണ്ട ആവശ്യം? ഭക്ഷണത്തിൽ പോലും നിങ്ങൾ അങ്ങനെ തരംതിരിക്കും അല്ലേ. അവൾക്ക് 2 മീനാണെന്നുണ്ടെങ്കിൽ ഇവൾക്ക് 1 മീൻ, ചിലപ്പോൾ മീനും ഉണ്ടാവില്ല. അവളെ മക്കൾക്കും ആ രീതിയിലാവും നിങ്ങൾ ഇത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സ്വന്തം മകൻ്റെ കുട്ടികളാണെന്ന് പോലും ചിന്തിക്കാതെയാവും നിങ്ങൾ ചിലപ്പോൾ ആ മക്കളോട് പെരുമാറുക. അത് എന്തുകൊണ്ട്? ആ പാവപ്പെട്ട വീട്ടിലല്ലേ, അവളൊന്നും ഇല്ലാതെ കല്യാണം കഴിച്ചു കൊടുത്തതല്ലേ. അവളുടെ ഭർത്താവ് ചിലപ്പോൾ ഈ പാവപ്പെട്ട വീട്ടിലത്തെ പെണ്ണിനെ കല്യാണം കഴിച്ചതിൻ്റെ ഭർത്താവ് നാട്ടിലാവും പണി, കൂലിപ്പണിയാവും. ഇന്ന് ഈ പൈസ ഉള്ള ആളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് അയാൾ ഗൾഫിലാവും, ഭാര്യക്കാണെങ്കിൽ നല്ല വീട്ടിൽ നല്ല കപ്പാസിറ്റി ഉണ്ടാവും. അപ്പോൾ അതിൻ്റേതായ രീതിയിലാവും പേരക്കുട്ടികളെയും അവർ തരംതിരിച്ച് കാണുക. ശരിയല്ലേ? എന്തിനാ അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യണത്? നിങ്ങൾ ഒരു നിമിഷങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം എല്ലാം നിങ്ങളെ മക്കളെ കുട്ടികളാണ് അല്ലേ. നിങ്ങളെ മകൻ്റെ മക്കളാണ് 2 പെൺകുട്ടികളും കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. അവർ പ്രസവിച്ചിട്ടുള്ളത് നിങ്ങളെ മകൻ്റെ മക്കളാണ്. അപ്പോൾ അവരൊക്കെ നിങ്ങൾ തുല്യമായ രീതിയിൽ വേണം കാണാൻ. അല്ലാതെ കുറച്ച് പൈസ ഉള്ള മകൻ്റെ മക്കൾക്ക് മീനും കാര്യങ്ങളും ഇറച്ചിയും അതും ഇതും പാലും മുട്ടയും ഇതൊക്കെ കൊടുത്തിട്ട് നമ്മളെപ്പോലുള്ള ചിലപ്പോൾ നമ്മളെ ഉമ്മാക്ക് പൈസയും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ നമ്മളെ ഉപ്പാക്കാണെങ്കിൽ കൂലിപ്പണിയാവും. അപ്പോൾ ആ രീതിയിലാവും നമ്മളെയും കാണുക അല്ലേ. അപ്പോൾ അതൊക്കെ എന്തിനാണ് നിങ്ങൾ ചെയ്യണത് എന്ന് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച്. ഇപ്പോൾ നോക്കി നോക്ക്, ഒരുപാട് ആത്മഹത്യകൾ നടക്കുന്നുണ്ടല്ലേ. നമ്മളെ ഭർത്താവിൻ്റെ വീട്ടിൽ അങ്ങനെ ആത്മഹത്യ ചെയ്ത് അമ്മായിമ്മയുടെ ശല്യം കാരണം ഭർത്താവിൻ്റെ പീഡനം മൂലം ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അത് ഈ പാവപ്പെട്ട വീട്ടിലത്തെ പെണ്ണിന് പ്രതികരിക്കാൻ അറിയാനിട്ടല്ല. അവൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്നറിയോ? ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ എൻ്റെ ഉമ്മ ഇപ്പം ഇടങ്ങറാവുമല്ലോ. അതുകൊണ്ട് ഞാൻ പരമാവധി ഞാൻ സഹിക്കട്ടെ. അത് കിട്ടാതാവുമ്പോഴാവും ചിലപ്പോൾ അവൾ ആത്മഹത്യയിലേക്കോ അതിലൊക്കെ പോവുക. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ പെൺകുട്ടികളും മറ്റുള്ള വീട്ടിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർ നമ്മൾ ഒരു പെൺകുട്ടിയെ നമ്മൾ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മക്കൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ഒരു അനുഭവം പടച്ചോൻ കൊടുക്കും. ഇനിയിപ്പോൾ കൊടുത്തിട്ടില്ലെങ്കിൽ പോലെ ചില ഇപ്പോൾ ആണെങ്കിൽ ദുഷ്ടന്മാരെ പന പോലെ വളർത്തുക എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ അങ്ങനെ ദുഷ്ടന്മാർക്ക് മോശമായ രീതിയിലൊന്നും കിട്ടണില്ല. പക്ഷെ അവർക്കൊക്കെ കിട്ടണത് ഒരുമിച്ചിട്ടായിരിക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും തുല്യമായ രീതിയിൽ കാണാൻ ശ്രമിക്കട്ടെ. എന്തിനാ ഒരു പെണ്ണിൻ്റെ കണ്ണീര് നിങ്ങൾ വീഴ്ത്തിയിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ എന്നാലും കണക്ക് പറയേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും അല്ലേ. അപ്പോൾ നിങ്ങൾ പറയാം, എന്നിട്ടിപ്പോൾ എന്താ, ഞങ്ങളൊക്കെ സുഖമായി ജീവിക്കണ്ടല്ലോ, അവരെന്നെയാണല്ലോ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്, ഇന്നും അവരാണല്ലോ നേരാവാത്ത ആൾക്കാർ എന്ന് വിചാരിക്കും. പക്ഷെ അതല്ല, നമ്മളെ പടച്ചോന് പറഞ്ഞിട്ടുള്ളത്, പടച്ചോനക്ക് ഇഷ്ടമുള്ള ആളുകളെ പടച്ചോന് കുറേ പരീക്ഷിക്കുന്ന പറഞ്ഞിട്ടുള്ളത് അല്ലേ. ആ പരീക്ഷണങ്ങൾക്ക് അവസാനം അവർക്കൊരു വിജയം ഉണ്ടാവും. ഇന്ന് ഇവിടെ അല്ലാന്നുണ്ടെങ്കിൽ നാളെ അവിടെ ചെന്നാലുണ്ടാവും. അങ്ങനെ വിചാരിച്ചിട്ട് മുന്നോട്ട് പോകും പാവങ്ങൾ അല്ലേ. ഇന്ന് ഇവിടെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ അവിടെ ചെന്നാലെങ്കിലും അതിനുള്ളൊരു ഇത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒക്കെ സഹിച്ച് ക്ഷമിച്ച് ജീവിക്കും. അപ്പോൾ ഇവർ ഈ പൈസ ഉള്ള ആളുടെ മരുമക്കളോട് ഇവരൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അപ്പോൾ അവർക്കുള്ളത് അപ്പം കിട്ടും അല്ലേ. ഇവർക്ക് നേരത്തിനും കാലത്തിനും ഭക്ഷണം കൊടുക്കുന്നതും ഇവരെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതും ഈ പാവപ്പെട്ട വീട്ടിലത്തെ പെണ്ണും മരുമകൾ തന്നെ ആവും. ഇവരെ ഡ്രസ്സ് അലക്കി കൊടുക്കുന്നതും ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഇവരെ പ്ലേറ്റ് കഴുകി കൊടുക്കുന്നതും ഇവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും ഒക്കെ അവരാവും. പക്ഷേ ഒരു നന്ദി, ഒരു നല്ല വാക്ക് ഇത് പറയാൻ അവർക്ക് ഭയങ്കര മടിയാവും അല്ലേ. നല്ല വാക്കൊന്നും വേണ്ട, കുത്തുവാക്കെങ്കിലും പറയാതിരുന്നൂടെ നിങ്ങൾക്ക്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കുത്തുവാക്കെങ്കിലും നിങ്ങൾക്കൊന്ന് പറയാതിരുന്നൂടെ?
ഇത് ഞാൻ വേറൊരാളുടെ അനുഭവം എന്നോട് പറഞ്ഞിട്ട്, അപ്പം അതുകൊണ്ടാണ് ഞാനിത് ഒരു വീഡിയോ ആയിട്ടൊന്ന് പറയാമെന്ന് വിചാരിച്ചത്. ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ കേൾക്കുമ്പോഴല്ലേ നമുക്ക് ഇത് പറയണമെന്ന് തോന്നുക. എത്രയാണെന്ന് വെച്ചിട്ടാണ് സഹിക്കുക? പണം ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ എത്രയാ സഹിക്കുക? നമ്മളെ ഉമ്മാക്കും ഉപ്പാക്കും പൈസയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്കും ഉണ്ടാവുള്ളൂ. പക്ഷെ അത് പടച്ചവൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് അതിനനുസരിച്ച് നമ്മൾ ജീവിക്കും. അതിനനുസരിച്ചിട്ടാവും ഈ പെൺകുട്ടിയും മിണ്ടാതെ ഇരിക്കേണ്ടാവുക. ഒക്കെ ക്ഷമിച്ചിട്ട് ഒക്കെ പടച്ചവനോട് അവൾ പറയും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ അവളിങ്ങനെ പടച്ചവനോട് പറയുമ്പോൾ എന്തെങ്കിലും പടച്ചവൻ സ്വീകരിക്കൂട്ടാ. അതുകൊണ്ട് നിങ്ങൾ ഈ ചെയ്യണതിൽ നിന്നൊന്ന് മനസ്സിലാക്കിയിട്ടൊന്ന് ചെയ്യാൻ ശ്രമിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.